യെരമ്യാപ്രവചനം 13-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യെരമ്യാവിനെ ദൈവം ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു. അത് നമുക്കിന്ന് പെട്ടെന്ന് ചിന്തിക്കാം. യഹോവ എന്നോട്, നീ ചെന്ന് ഒരു ചണനൂൽ കച്ച വാങ്ങി നിന്റെ അരയ്ക്ക് കെട്ടുക, അതിനെ വെള്ളത്തിലിടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ യഹോവയുടെ കൽപ്പനപ്രകാരം ഒരു കച്ച വാങ്ങി അരയ്ക്ക് കെട്ടി. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം എനിക്ക് ഉണ്ടായതെന്തെന്നാൽ, ദൈവം പറഞ്ഞു, യെരമ്യാവേ, നീ ചെന്നൊരു കച്ച മേടിക്കും, അതിനെ വെള്ളത്തിലിടരുത്, നിന്റെ കോടിയായിട്ട് തന്നെ അത് ഉടുക്കണം. അത് ഉടുത്ത് പ്രൈസ് ഗോഡ് നിന്റെ അരയ്ക്ക് കെട്ടി നടക്കാൻ പോകും. യെരമ്യാവ് കുറച്ച് ദിവസം ആ കച്ചയും കെട്ടി നടന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യഹോവയായ കർത്താവ് യെരമ്യാവിനോട് പറഞ്ഞു, 2-ാം പ്രാവശ്യം അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ 4-ാം വാക്യം, നീ വാങ്ങി അരയ്ക്ക് കെട്ടിയ കച്ച എടുത്ത് പുറപ്പെട്ട് ഫ്രാത്തിനരികത്ത് ചെന്ന് ഫ്രാത്ത് നദിയുടെ അരികത്ത് ചെന്ന് അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിച്ചു വെക്കുക. അത് ഒളിച്ചു വെക്കുക. അടുത്തത്, യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെന്ന് അത് ഫ്രാത്തിനരികെ ഒളിച്ചു വെച്ചു. ഞാൻ ഫ്രാത്തിനരികെ ദൈവം കൽപ്പിച്ചതുപോലെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിച്ചു വെച്ചു. ഭയങ്കര വിചിത്രമായിട്ട് തോന്നും കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കും. പക്ഷേ യെരമ്യാവിനോട് ചില കാര്യങ്ങൾ, യെരമ്യാവിൽ കൂടെ ചില കാര്യങ്ങൾ ഇസ്രായേൽ മക്കളെ അറിയിക്കാൻ വേണ്ടി ദൈവം ചെയ്ത ഒരു ഡെമോൺസ്ട്രേഷനാണ്. വായിച്ചു. ഏറിയ നാൾ കഴിഞ്ഞ ശേഷം കഴിഞ്ഞപ്പം നീ പുറപ്പെട്ട് ഫ്രാത്തിനരികെ ചെന്ന് അവിടെ ഒളിച്ചു വെപ്പാൻ നിന്നോട് കൽപ്പിച്ച കച്ച എടുത്തുകൊള്ളുക എന്നരുളി ചെയ്തു. മനസ്സിലായി. കുറേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ മറന്നുപോകും. നമ്മൾ ചിലപ്പോൾ മറന്നുപോകും. പക്ഷെ ദൈവം മറക്കത്തില്ല. ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ 1-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവജാലങ്ങളെയും ഓർത്തു. മനസ്സിലായോ? ദൈവം മറക്കുകയില്ല. നോഹ വിചാരിച്ചാണ്, എൻ്റെ ദൈവമേ, എന്നെ തള്ളി വിട്ട് വാതിലും അടച്ചു, ഇനി എന്നെ ഓർക്കുന്നില്ലേ? കൃത്യസമയത്ത് ഓർക്കും. ദൈവം മറക്കുകയില്ല. ഹല്ലേലൂയ. നിങ്ങളെന്തെല്ലാം വിഷമിച്ചാലും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ മറക്കാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല ഈ ദൈവം. നിങ്ങളുടെ നിലവിളി, നിങ്ങളുടെ കഷ്ടം, നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ പ്രതികൂലം അവൻ ഓർത്ത് വിടുവിക്കും. ദൈവം ഓർത്തതിൻ്റെ ഫലം എന്നെ അടുത്ത് വായിച്ചേ. ദൈവം ഭൂമിമേലൊരു കാറ്റടിപ്പിച്ചു. വെള്ളം നിലച്ചു. ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു അടഞ്ഞു. ആകാശത്തിൽ നിന്നുള്ള മഴയും നിന്നു. ദൈവമക്കളെ, ദൈവം ഒന്ന് ഓർത്താൽ ഈ മഴ നിൽക്കും, ഈ വെള്ളപ്പൊക്കം നിൽക്കും. ഒന്നിനു പുറകെ ഒന്നായി നിൻ്റെ വീട്ടിൽ മാസങ്ങളായി ദിവസങ്ങളായി അടിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റ് യേശുവിൻ്റെ നാമത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് നിൽക്കാൻ ദൈവം ഓർത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഹന്ന പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. ഹന്ന പ്രാർത്ഥിച്ച എങ്ങനെയാണെന്നറിയാമോ? 1 ശമൂവേൽ 1-ാം അധ്യായം 15. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനേ. അല്ലല്ല, പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? 10-ാം വാക്യം. യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കയും. ഹന്ന പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ഒന്ന് ഓർത്തോണേ. യോസേഫ് പാനപാത്രവാഹകനോട് പറഞ്ഞു, നീ വീണ്ടും ഫറവോന്റെ സന്നിധിയിൽ നിന്ന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഫറവോന് വീഞ്ഞ് പകർന്നു കൊടുക്കുമ്പോൾ എന്നെ ഓർക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം. ഫറവോൻ്റെ അടുക്കൽ നിൽക്കുന്ന പാനപാത്ര വാഹകനോട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വളരെ വളരെ കെഞ്ചി പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ നോക്കിയാൽ 40-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത്
ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണേ. പ്രൈസ് ഗോഡ്. പക്ഷേ 23-ാം വാക്യം, എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. പ്രൈസ് ഗോഡ്. പക്ഷേ 41:1, 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടതെന്തെന്നാൽ, 2 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം എന്തെന്നറിയാമോ? ഫറവോനെ ഓർപ്പിച്ചു, ഒരു സ്വപ്നം കാണിച്ചു. ഞാൻ ചോദിക്കട്ടെ, പാനപാത്രവാഹകൻ ഓർത്തിരുന്നെങ്കിൽ, പാനപാത്രപ്രമാണി ഓർത്തിരുന്നെങ്കിൽ, ചെന്നപാടി ഫറവോനോട് പറഞ്ഞിരുന്നെങ്കിൽ, എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമെന്ന് പറഞ്ഞ യോസഫിൻ്റെ പ്രാർത്ഥന കേൾക്കും. യോസഫിനെ എന്ത് ചെയ്യും? കാരാഗ്രഹത്തിൽ നിന്ന് വെളി കൊണ്ടുവന്നിട്ട് നീ എവിടെയെങ്കിലും പോയി ജീവിച്ചോടാ കൊച്ചിനെ എന്ന് പറഞ്ഞു വിടും. പക്ഷേ വിട്ടില്ല. കാരാഗ്രഹപ്രമാണി മറന്നുപോയി. 2 കൊല്ലം കൂടെ യോസഫ് കാരാഗ്രഹത്തിൽ കിടന്നു. എന്തിനാണെന്നറിയാമോ? ഫറവോൻ സ്വപ്നം കാണും. ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ യോസഫെ നിന്നെ വിളിക്കും. അന്ന് മുദ്രാമോതിരം നിൻ്റെ കൈ വരും. മനസ്സിലായി? പ്രൈസ് ഗോഡ്. 41-ാം അധ്യായം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യോസഫ് ഫറവോൻ്റെ അടുക്കൽ നിന്ന് സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ 38-ാം വാക്യം, 41-38. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് ചോദിച്ചു. ദൈവമക്കളെ, അതിനു മുമ്പും യോസഫിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. പക്ഷേ യോസഫിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ വലിപ്പവും കൃപയും അതിൻ്റെ അനുഗ്രഹവും ആർക്കും മനസ്സിലായില്ല. ആദ്യം അപ്പന് മനസ്സിലായില്ല, അമ്മയ്ക്ക് മനസ്സിലായില്ല, ചേട്ടന്മാർക്ക് മനസ്സിലായില്ല, പോത്തിഫറിന് മനസ്സിലായില്ല, പോത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായില്ല. എന്നാൽ ആർക്കും മനസ്സിലാകാതെ പോയത് യോസഫിൻ്റെ ഭാഗ്യം അല്ലേ? ഇവരാരും മനസ്സിലാക്കാൻ, ഞാൻ പറയാറുണ്ട്, പോത്തിഫറിൻ്റെ ഭാര്യ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, പോത്തിഫറിൻ്റെ ഭാര്യ യോസഫിൻ്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു മുട്ട വറുത്തത് ഓംലെറ്റ് ഒരെണ്ണം കൂടുതൽ കിട്ടും. അതിൽ കൂടുതലൊന്നും കിട്ടുകയില്ല. മീൻ വറക്കുമ്പോൾ ഒരു വലിയ കഷ്ണം ചിലപ്പോൾ കിട്ടും, അതിൽ കൂടുതൽ കിട്ടുകയില്ല. ഇച്ചിരി പാല് കൂടുതലൊഴിച്ചൊരു ചായ കിട്ടുമായിരിക്കും, അതിൽ കൂടുതൽ കിട്ടുകയില്ല. ഇവരൊന്നും ഓർത്തിട്ട് ഒരു കാര്യമില്ലെന്നേ, ഇവരൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യവുമില്ലെന്നേ. ഫറവോൻ നിന്നെക്കുറിച്ച് ഓർക്കുന്നൊരു നാളുണ്ട്, അത് ദൈവം ഓർപ്പിക്കുന്ന നാളാണ്. അന്ന് നിൻ്റെ മേൽ അനുഗ്രഹവും വിടുതലും ഒന്നിച്ചു വരും. നമുക്കെന്ത് വേണം? വിടുതൽ മാത്രം പോരാ. കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിൽ വന്നാൽ പോരാ. കാരാഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തോടെ വെളിയിൽ വരണം. നിങ്ങൾ ഇന്നായിരിക്കുന്ന ഘട്ടത്തിൽ നിന്ന് വെറുതെ അങ്ങോട്ട് വെളിയിൽ വന്നാൽ പോരാ. അനുഗ്രഹത്തോടെ വെളിയിൽ വരണം. മറ്റുള്ളവർ കാണത്തക്കവണ്ണം വെളിയിൽ വരണം. മറ്റുള്ളവർ മുട്ടുകുത്തത്തക്കവണ്ണം വെളിയിൽ വരണം. മറ്റുള്ളവർ ഏറ്റുപറയത്തക്കവണ്ണം വെളിയിൽ വരണം. എൻ്റെ ദൈവം എന്നെ ഈ ഘട്ടത്തിൽ നിന്ന് അതുപോലെ വെളിയിൽ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഉടബല ഹദ്ദുര ബൗഡ ശബ്ദർ ഖൗഡക ജഗനക രഗട. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ നാളുകളിൽ ചില കഷ്ടങ്ങളിൽ നിന്ന്, ചില പ്രതികൂലങ്ങളിൽ നിന്ന്, ചില ജീവിതങ്ങളെ നീ വെളിയിൽ കൊണ്ടുവരണമേ. പാനപാത്രവാഹകന്മാരുടെ പ്രമാണി മറന്നുപോയത് യോസഫിൻ്റെ ഭാഗ്യം. ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടു കിട്ടുമെന്ന് പറഞ്ഞു. 39. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നിന്നെപ്പോലെ ജ്ഞാനവും വിവേകവുമുള്ള ഒരുത്തനുമില്ല. പിന്നെ നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസഫിന്റെ കൈക്ക് ഇട്ടു. പിന്നെ അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പിളിയും അവന്റെ കഴുത്തിലിട്ടു. And Pharaoh took off his ring from his hand and put it upon Joseph's hand and arrayed him with vestures of fine linen and put a gold chain about his neck. Praise God. എന്നിട്ട് തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി. And he made him to ride in the second chariot which he had, and they cried before him, bow the knee, and he made him ruler over the land of Egypt. എത്ര ഭാഗ്യമല്ലേ! പോത്തിഫർ മാനിക്കണ്ട, പോത്തിഫറിൻ്റെ ഭാര്യ മാനിക്കണ്ട,
അപ്പനും അമ്മയും നിന്നെ മാനിക്കണ്ട, നിൻ്റെ സഹോദരങ്ങൾ നിന്നെ മാനിക്കണ്ട. മാനിക്കേണ്ടവൻ നിന്നെ മാനിക്കണം. നിൻ്റെ വീട്ടുകാർ നിന്നെ മാനിക്കത്തില്ല, കൂട്ടുകാർ മാനിക്കത്തില്ല, നാട്ടുകാർ മാനിക്കത്തില്ല, സഭക്കാർ മാനിക്കത്തില്ല, നിൻ്റെ പ്രിയപ്പെട്ടവർ മാനിക്കത്തില്ല, നിന്നെ ആരും മാനിക്കത്തില്ലെന്ന് വിഷമിക്കല്ലേ. ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പറയട്ടെ, യോസഫിൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ, അവൻ ജീവിച്ചിരിക്കുന്ന ദൈവമാണെങ്കിൽ, അവൻ കഴിവുള്ള ദൈവമാണെങ്കിൽ, ഫറവോനെ മാനിച്ച് ഫറവോനെ ഉയർത്തി അവനെ ആ സ്ഥാനത്ത് ആക്കിയിരിക്കുന്നത് നിന്നെ മാനിക്കാനാണ്. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ദൈവം മാനിച്ചാൽ പോരെ? നമ്മൾ ഈ ലോകത്താലുള്ള മാനത്തിൻ്റെ പുറകെ എന്തിനു പോകണം? നമുക്കൊരു തീരുമാനം എടുക്കാമോ? എനിക്ക് ലോകം എന്നെ മാനിക്കണ്ട, ലോകക്കാരെന്നെ മാനിക്കണ്ട. ദൂതന്മാരുടെ മധ്യേ, കോടാനുകോടി ദൂതന്മാരുടെ മധ്യേ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മധ്യേ യേശു എന്നെ മാനിക്കുന്നൊരു ദിവസമുണ്ടെന്ന് ചിന്തിച്ച് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് സാധിക്കും? പ്രൈസ് ഗോഡ്. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, പലപ്പോഴും ഈ സഭയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സുവിശേഷകൻ ആഫ്രിക്കയിൽ സുവിശേഷം അറിയിക്കാൻ പോയി. ചെറുപ്രായത്തിൽ, തൻ്റെ യൗവനപ്രായത്തിൽ പോയി. അവിടെ ചെന്ന് കൊതുകടി കൊണ്ട് അവിടുത്തെ വലിയ രോഗങ്ങൾക്കും മറ്റും അടിമയായി ആരോഗ്യം ക്ഷയിച്ച് നശിച്ച് ഒടുവിലൊരു പേക്കോലം പോലെയായി പ്രായമായി ഒന്നിനും കൊള്ളരുതാത്തവനായി, ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. പ്രൈസ് ഗോഡ്. ആ കപ്പലിൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ജയിച്ചു മടങ്ങുന്ന ഒരു ജനറലും ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ഈ കപ്പൽ ലണ്ടനിലെ തീരത്തടുത്തപ്പോൾ, തേംസ് നദിയുമായി യോജിക്കുന്ന ആ തീരത്തടുത്തപ്പോൾ ഈ സുവിശേഷകൻ പ്രൈസ് ഗോഡ് വെളിയിൽ നിന്നുകൊണ്ട് നോക്കി, ഡെക്കിൽ നിന്നുകൊണ്ട് നോക്കി. എല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നത് കേട്ടു, സ്വീകരിക്കാൻ, ഈ ജനറലിനെ സ്വീകരിക്കാൻ ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് വന്നിരിക്കുന്നു. തോരണങ്ങൾ, കൊടികൾ, വെടിക്കെട്ട്, വാദ്യഘോഷങ്ങൾ, അലങ്കാരങ്ങൾ, ഇതെല്ലാം കണ്ടപ്പം ഈ സുവിശേഷകന് ഇച്ചിരി മനപ്രയാസം തോന്നി. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, തന്നെത്താൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ആയിരങ്ങളെ കൊന്നൊടുക്കി ലോകം മുഴുവൻ നാശം വിതച്ച് അനേക കുടുംബങ്ങളെ പട്ടിണിക്കാഴ്ത്തി അനാഥരാക്കിക്കൊണ്ട് വന്ന ഇവനെ മാനിക്കാൻ ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് എഴുന്നള്ളി. എന്നാൽ സ്നേഹം കൊണ്ട് ലോകം പിടിച്ചടക്കിയ യേശുവിൻ്റെ സുവിശേഷം ദേശത്തറിയിക്കാൻ കഷ്ടം സഹിച്ച് പ്രയാസപ്പെട്ട എൻ്റെ ജീവിതം മുഴുവൻ തകർത്തു മടങ്ങി വന്ന് എന്നെ സ്വീകരിക്കാൻ ഒരു മനുഷ്യനുമില്ലല്ലോ, ഒരു മനുഷ്യനുമില്ലല്ലോ. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് സംസാരിക്കുന്നൊരു ശബ്ദം അദ്ദേഹം കേട്ടു. അതിങ്ങനെയായിരുന്നു, മകനെ, മേജർ ജനറൽ അവൻ്റെ രാജ്യത്തേക്ക് യുദ്ധം ജയിച്ച് മടങ്ങി വന്നു. നീ നിൻ്റെ രാജ്യത്ത് വന്നിട്ടില്ല. നീ വരുന്നൊരു ദിവസമുണ്ട്, അന്ന് ഞാൻ നിന്നെ സ്വീകരിക്കും. ദൈവം നിന്നെ മാനിക്കട്ടെ, യേശു നിന്നെ മാനിക്കട്ടെ. ബ്രിട്ടീഷ് രാജ്ഞി മാനിക്കണ്ട, അമേരിക്കൻ പ്രസിഡന്റ് മാനിക്കണ്ട, ഇന്ത്യൻ പ്രധാനമന്ത്രി മാനിക്കണ്ട, കേരള മുഖ്യമന്ത്രി മാനിക്കണ്ട, ഒരു മന്ത്രി നിന്നെ മാനിക്കണ്ട, സ്വർഗം നിന്നെ മാനിക്കട്ടെ. മാനിക്കുന്നൊരു ദിവസമുണ്ട്. ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളെ മാനിക്കുന്നൊരു ദിവസമുണ്ടെന്ന്? അതിന് കോട്ടം തട്ടാതെ സൂക്ഷിച്ചോണം. നിങ്ങൾ ലോകത്തിൻ്റെ മാനത്തിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ മാനം നഷ്ടമാകും. ഇന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാ? ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നെ സ്വീകരിച്ച് എന്നെ സ്റ്റേജിൽ കയറ്റി നേരെ മുമ്പിൽ കൊണ്ട് ഇരുത്തി എന്നെ ഭയങ്കരമായിട്ട് പരിചയപ്പെടുത്തി പറയുന്ന, ഞാൻ പറയാം, എന്നെ പരിചയപ്പെടുന്ന ഒരുപാട് ഞാൻ കണ്ടു. പകുതി നുണയാണ്. എന്നെ അവിടെ വെച്ച് പറയാൻ പറ്റുമോ? നമ്മളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന വാക്കുകളിൽ ഒരു 30% സത്യം കാണും, 70% എക്സാജറേഷനാണ്. പക്ഷെ മിണ്ടാതിരിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയട്ടെ, ഇതൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഫോട്ടോയും നോട്ടീസും പത്രത്തിൽ, ഈ കുട്ടിപ്പത്രത്തിലൊക്കെ നമ്മുടെ പേര് വന്നില്ലെങ്കിൽ എന്നാന്ന് ഞാൻ ചോദിക്കുന്നത്. ദൈവം മാനിക്കുന്നൊരു ദിവസമുണ്ട്. ഞാൻ ചെയ്ത പ്രയത്നത്തിന്
സുവിശേഷത്തിൻ്റെ നിമിത്തം, യേശുവിൻ്റെ നാമം നിമിത്തം ഒരു ഗ്ലാസ് വെള്ളം ഒരുത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാനം കിട്ടാതെ പോകത്തില്ല, പ്രതിഫലം കിട്ടാതെ പോകത്തില്ല. പക്ഷെ ഒരു കാര്യം, ഇവിടെ വെച്ച് പ്രതിഫലം മേടിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? കഴിയുന്നത് ഇവിടെ പ്രതിഫലം നോക്കരുത്, ഒരു പ്രതിഫലം നോക്കരുത്. വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, എല്ലാം ചെയ്ത ശേഷം ഞങ്ങൾ അപ്രയോജന ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയണം. ചിലരൊക്കെ രാപ്പകൽ ഓടിയിട്ട് തിരിച്ചു വന്ന് പറയുന്നതിന്, ഓ ദൈവത്തിന് കണ്ണില്ലേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്, ദൈവത്തിന് സ്തോത്രം, എനിക്കിതാണോ പ്രതിഫലം എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നീ നിൻ്റെ ദേശത്ത് എത്തിയിട്ടില്ല, നിൻ്റെ പ്രതിഫലം വിഭാഗിക്കുന്ന ദിവസത്തിൽ നീ എത്തിയിട്ടില്ല. അന്ന് കാണാം നിന്നെ മാനിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കിടന്ന് ബോധർ ചെയ്യത്തില്ല. നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ആളാകാൻ നോക്കത്തില്ല. ഞാനത് ഒത്തിരി കണ്ടതാണ്, അതുകൊണ്ടാണ് പറയാം. ജീവിതത്തിൻ്റെ രണ്ട് സൈഡും കണ്ടിട്ടുണ്ട്. കഷ്ടത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഏറ്റവും താഴ്ന്ന പടിയും കണ്ടിട്ടുണ്ട്, ഏറ്റവും ഉയർന്ന പടിയും കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, സഭാപ്രസംഗി പറഞ്ഞതുപോലെ, ഇതെല്ലാം മായ മായ മായ. ഒറ്റ കാര്യം നിലനിൽക്കത്തുള്ളൂ, ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കണം. പ്രൈസ് ഗോഡ്. ദൈവത്തോട് പറ്റി നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഗതികേടാണ്. യെരമ്യാവിൽ കൂടെ ഈ വിഷയമാണ് ദൈവത്തിന് പഠിപ്പിക്കാനുള്ളത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മൾ മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട്. യോസഫിനെ ഓർത്ത ദൈവം, നോഹയെ ഓർത്ത ദൈവം, കൊടുങ്കാറ്റിനെ ശമിപ്പിച്ച ദൈവം, ആഴിയുടെ ഉറവുകളെയും ആകാശത്തിൻ്റെ കിളിവാതിലെയും അടച്ച ദൈവം, അരാരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറയ്ക്കുമാറാക്കിയ ദൈവം. 8-ാം മാസം 17-ാം തീയതി അരാരാത്ത് പർവ്വതത്തിൽ നോഹയുടെ പെട്ടകം ഉറച്ചു. നമ്മൾ എത്ര ഒഴുകി നടന്നാലും ഒരു ദിവസം കൊണ്ടുപോയി ഉറപ്പിക്കും കേട്ടോ. എത്ര ഒഴുകിയാലും ഉറപ്പിക്കും. കാരണം എന്നെ ഓർക്കുന്ന ദൈവത്തെയാണ് നാളെ ആരാധിക്കുന്നത്. എന്നിട്ട് ഈ ഡെമോൺസ്ട്രേഷൻ ഏറെ നാൾ കഴിഞ്ഞപ്പോൾ യെരമ്യാ പ്രവചനം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മൾ വായിച്ച് 13-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഏറിയ നാൾ കഴിഞ്ഞ ശേഷം യഹോവ എന്നോട്, നീ പുറപ്പെട്ട് ഫ്രാത്തിനരികെ ചെന്ന് അവിടെ ഒളിച്ചു വെപ്പാൻ നിന്നോട് കൽപ്പിച്ച കച്ച എടുത്തു കൊള്ളുക എന്നരുളി ചെയ്തു. അങ്ങനെ ഞാൻ ഫ്രാത്തിനരികെ ചെന്നു ഒളിച്ചു വച്ചിരുന്ന സ്ഥലത്തു നിന്ന് കച്ച മാന്തിയെടുത്തു. എന്നാൽ കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാതെ ആയിരുന്നു. കച്ച ദ്രവിച്ച് കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാത്ത വിധം നശിച്ചു. ദൈവം അതിൽ നിന്നൊരു പാഠം പഠിച്ചു. 11-ാം വാക്യം. ഒരു മനുഷ്യന്റെ കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും യഹൂദ ഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റി ഇരിക്കുമാറാക്കി. മനസ്സിലായോ? കച്ച അരയോട് പറ്റിയിരുന്നാൽ ആ കച്ച ദ്രവിക്കത്തില്ല. 10 കൊല്ലമൊക്കെ ഒരു ലുങ്കി ഉപയോഗിച്ചാലും കീറത്തില്ലെന്ന്. അത് അരയോട് പറ്റും. കൊണ്ടേ പൊതിഞ്ഞു വെച്ച് നോക്കി, പൊടിഞ്ഞു പോകും. ഒരു കച്ച മനുഷ്യൻ്റെ അരയോട് എങ്ങനെ പറ്റിയിരിക്കുന്നുവോ അതുപോലെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, എന്നോട് പറ്റിയിരിക്കണം. അവർ പ്രിസർവ് ചെയ്യും, അവരെ സൂക്ഷിക്കും, അവർ ദ്രവിച്ചു പോകത്തില്ല. 10-ാം വാക്യം. എൻ്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിൻ്റെ ശാഠ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെ ആയിത്തീരും. എന്നെ വിട്ട് ദൈവമല്ലാത്ത വഴികളിൽ ചേരുന്നവൻ ഈ കച്ച പോലെ ആയിത്തീരും. ഇത് കാണിക്കാനാണ് യെരമ്യാവിനെ കൊണ്ട് ഇത് ചെയ്തത്. പ്രൈസ് ഗോഡ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവനോട് പറ്റിയിരിക്കാൻ, അവനോട് ചേർന്നിരിക്കാൻ, നടക്കാൻ. പ്രൈസ് ഗോഡ്. 13-ാം അധ്യായം നമ്മൾ കേട്ടു. ഇനി സങ്കീർത്തനം 91-14. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും.
അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഈ കോണ്ടക്സ്റ്റിലാണ് കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 6:13 തൊട്ട് വായിച്ച് അവസാനിപ്പിക്കുക. ഈ കോണ്ടക്സ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കും. ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിപ്പീൻ എന്ന് ഞാൻ മക്കളോടെന്ന പോലെ നിങ്ങളോട് പറയുന്നു. 6:13 14. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നിങ്ങൾ പറ്റിയിരിക്കേണ്ടവർക്ക് പറ്റിയിരിക്കണം, വേറെ എല്ലായിടത്തും പോയി പറ്റാൻ പോകരുത്. പിന്നെ നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിനും ഇരുളിനോട് എന്തു കൂട്ടായ്മ. നമുക്ക് വെളിച്ചത്തോടാണ് കൂട്ടായ്മ. നമ്മുടെ സഹവാസം ദൈവത്തോടും ദൈവമക്കളോടും കൂടെയാണ്. അടുത്തത്, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. മനസ്സിലായോ? നമുക്ക് അവിശ്വാസിക്ക് വിശ്വാസിയുമായി എന്ത് ഓഹരി. നമുക്ക് 6 ദിവസം നമ്മൾ പുറത്ത് ജീവിക്കുമ്പോൾ വിശ്വാസിയായിട്ട് ജീവിക്കണം. അതുകൊണ്ട് പണ്ടൊരിക്കൽ പറഞ്ഞു, ഞായറാഴ്ച കന്യാസ്ത്രീ മറിയം, ബാക്കി 6 ദിവസം കമ്പോള മറിയം. ഇങ്ങനെ ആവരുത്. നമ്മുടെ കൂടി ഒരു സ്റ്റാൻഡേർഡുണ്ട്. 6 ദിവസമല്ല 7 ദിവസവും നമുക്ക് ഒറ്റ സ്റ്റാൻഡേർഡായിരിക്കണം. പ്രൈസ് ഗോഡ്. എന്നിട്ട് ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. പിന്നെ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ദൈവം അരയോട് കച്ച പറ്റിയിരിക്കുന്ന പോലെ നമ്മൾ ഇരുന്നാൽ നമ്മിൽ വസിക്കും, നമ്മിൽ നടക്കും. പിന്നെ ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. പിന്നെ എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേറിട്ടിരിപ്പീൻ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് അരക്കച്ചയോട് കച്ച പറ്റിയിരിക്കുന്ന പോലെ ദൈവത്തോട് പറ്റിയിരിപ്പീൻ. അടുത്തത്, എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. ദൈവം പിതാവായാൽ ഗുണമെന്നറിയാമോ? ദൈവത്തിനുള്ളതിന് മുഴുവനും നമ്മൾ അവകാശികളാണ്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ ജീവിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കച്ച അരയോട് പറ്റിയിരിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തോട് പറ്റിയിരിക്കാം. ദൈവം നമ്മിൽ വസിക്കട്ടെ, നമ്മുടെ ഇടയിൽ നടക്കട്ടെ. ദൈവ സാന്നിധ്യത്തോടെ നമ്മുടെ ജീവിതം നമുക്ക് നടത്താം. കണ്ണുകൾ വയ്ക്കാം, തലയുടെ വണക്കാം, ആവശ്യം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനത്തിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയത്തെയും ഞങ്ങളുടെ നാവിനെയും എങ്ങനെ സൂക്ഷിക്കണമെന്ന് ഇന്ന് രാത്രികാലം വചനത്തിൽ കൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഹൃദയം ഏറ്റവും കാപട്യമുള്ളതും വിഷമമേറിയതുമാണ്. ആ ഹൃദയത്തിൻ്റെ ചിന്തകളെ വിവേചിച്ചറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ഹൃദയത്തെ ഒരിക്കൽ കൂടെ ശോധന ചെയ്യുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് ശോധന ചെയ്യുവാൻ കർത്താവ് തന്ന ഈ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ടാണെന്ന് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ആ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പെറുമെന്നും പാപം മുഴുത്തിട്ട് മരണത്തെ പെറുമെന്നും ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചു. ആഖാൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി ദൈവം സംസാരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അത് കണ്ടു, മോഹിച്ചു, എടുത്തു, കുഴിച്ചിട്ടു. ഓരോ സ്റ്റെപ്പുകളിലും ദൈവം ഇടപെട്ടിട്ടും അതിന് പ്രതികരിക്കാതെ നാശം കൊയ്തതുപോലെ ജീവിതത്തിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും സമ്പാദിച്ചു വയ്ക്കുവാൻ ഇടയാകാതെ വണ്ണം അതിനെ ഹൃദയത്തിൽ ചിന്തകൾ വരുമ്പോൾ തന്നെ അതിനെ പിഴുതു കളയുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യിരെമ്യാവിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചത് ഇന്ന് രാത്രികാലം ഞങ്ങളോടും സംസാരിച്ച ദൈവവചനമായി ഏറ്റെടുപ്പാനുള്ള കൃപ നീ ഞങ്ങളുടെ മേൽ പകർന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവത്തോട് പറ്റിയിരുന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ചണനുൽക്കച്ച അരയോട് പറ്റിയിരുന്നപ്പോൾ ഒരു കേടുമില്ലാതിരുന്നു. എന്നാൽ അത് അഴിച്ച് ഗുഹയിൽ കൊണ്ടുവച്ച് നാളുകൾ കഴിഞ്ഞെടുത്തപ്പോൾ ഒന്നിനും കൊള്ളാത്തത് ആയിത്തീർന്നതുപോലെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ എത്തിച്ചേരുമെന്നും, എന്നാൽ ദൈവത്തോട് പറ്റിയിരുന്നാൽ
അനുഗ്രഹം പ്രാപിക്കുമെന്നും ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. യോസേഫിനെ പോലെ മാനിക്കപ്പെടുവാൻ, നോഹയെ പോലെ ഉയർത്തപ്പെടുവാൻ, ഹന്നയെ പോലെ മുഖം വാട്ടം മാറിയവളായി മാറിപ്പോകുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ശുശ്രൂഷപ്പാൻ ഞങ്ങളുടെ പിറത്തിനെ ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. തീരുമാനങ്ങളോടെ മടങ്ങിപ്പോകുവാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. വീണ്ടും കാണുവോളം അങ്ങയുടെ കൃപയിലും അങ്ങയുടെ കരുതലിലും ഞങ്ങളെ പരിപാലിച്ചു നടത്തണം. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. മഹത്വമല്ല ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മളോടും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് പിന്നെയും ജയനന്ദ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ.